ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഉച്ചയൂണിൻ്റെ വിഭവങ്ങളാണ്. അതിനാദ്യം അവിയലാണ് കാണിക്കാൻ പോകുന്നത്. അതിന് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ആദ്യം എടുത്തിരിക്കുന്നത് കായയാണ്. അതിന് കട്ട് ചെയ്ത് അതിൻ്റെ സ്കിന്നെല്ലാം നമുക്ക് പീൽ ചെയ്ത് മാറ്റാം. നീളൻ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇനി അടുത്തത് ഒരു പംകിൻ്റെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെയും സ്കിന്നെല്ലാം നല്ല കട്ടിയല്ലേ, നല്ല സ്കിന്നൊക്കെ അതിൻ്റെ തോടൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് അതിനെയും നമ്മൾ നല്ല നീളൻ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അതും നമുക്ക് എടുക്കാം. അടുത്തത് പടവലങ്ങ കട്ട് ചെയ്തത് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അമരയ്ക്ക രണ്ടായിട്ട് കീറിയിട്ട് രണ്ടായിട്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോയുടെയും സ്കിന്നെല്ലാം പീൽ ചെയ്ത് കഴിഞ്ഞ് നല്ല നീളത്തിൽ കട്ട് ചെയ്ത് അതും എടുത്തിട്ടുണ്ട്. അടുത്ത ലാസ്റ്റ് വെജിറ്റബിൾ ബ്രിഞ്ചോൾ, അതും നീളൻ പീസസിൽ കട്ട് ചെയ്തു. എല്ലാ വെജിറ്റബിൾ പീസും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് അവിയലിന് അരച്ച് വെച്ചിരുന്ന അരപ്പ് നമുക്കിടാം. തേങ്ങയും പച്ചമുളക്, ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് അരച്ചത് അതും ഇട്ട് അതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെജിറ്റബിൾ വേകാനുള്ള ആവശ്യത്തിന് വെള്ളവും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് അതിൻ്റെ മുകളിൽ അവസാനം ഒരു തക്കാളി സ്ലൈസ് ചെയ്തും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ എല്ലാ വെജിറ്റബിളും കൂടി നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. കാരണം നമ്മൾ അരപ്പും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം നല്ല വെള്ളവും കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സായിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. എന്നിട്ട് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അവിയലൊന്ന് വേകുന്നവരെ നമുക്ക് അടുത്ത തോരൻ്റെ പരിപാടി നോക്കാം. ഇതൊരു ചായ മൻസ എന്ന് പറഞ്ഞൊരു ഇലയാണ്. നമ്മുടെ ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ല യൂസ്ഫുള്ളായിട്ടും ഉള്ള ഒരു ഇലയാണ്. ഇത് നമുക്ക് അരിഞ്ഞ് തോരനായിട്ട് വെക്കാം. അതിനായത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനും നമ്മൾ ചട്ടി തന്നെയാണ് വെക്കുന്നത്. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മാക്സിമം നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഈ കടുക് വറുക്കുന്നതിനൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗവും ടേസ്റ്റിയും ഒക്കെ കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് അതും ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന നമ്മൾ ഈ ചായ മൻസ ഇല ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അരിഞ്ഞു വെച്ചതൊക്കെ ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്കതിൻ്റെ അരപ്പ് ഇടാം. കുറച്ച് തേങ്ങയും വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ജീരകം, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി അരച്ചെടുത്ത അരപ്പാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഒരടുപ്പിൽ അവിയലും ഇപ്പുറത്തെ ഒരടുപ്പിൽ തോരനും വേവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തത് ചക്കക്കുരു ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കാം. ചക്കക്കുരു കുറച്ച് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു ചട്ടി അടുപ്പിൽ വയ്ക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിക്കുക. അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് ഏകദേശം വഴറ്റി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഇടാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ ചക്കക്കുരുവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമ്മൾ ചക്കക്കുരു വിഴുക്കുവരട്ടി റെഡി. അപ്പോൾ നമ്മുടെ വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വിളമ്പിയാലോ. നമുക്ക് ആദ്യം കുറച്ച് ചോറിട്ട് കൊടുക്കാം. നമ്മൾ തോരൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ചായ മൻസ തോരൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ നല്ല സൂപ്പർ നല്ല നാടൻ ശൈലിയിലുള്ള അവിയൽ വയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അവസാനം ഉണ്ടാക്കി നമ്മളെ ചക്കക്കുരു വിഴുക്കും വെച്ച് കൊടുക്കാം. ഇനി അടുത്ത ഐറ്റം നമ്മൾ കപ്പ കൂട്ടാൻ വെച്ചതാണ്. അപ്പോൾ കപ്പ കൂട്ടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ലൗലോലിക്ക ഉപ്പിലിട്ടത് അതുമുണ്ട് 2 പീസ്. അത് കഴിഞ്ഞ് നമ്മൾ വലിയ നെല്ലിക്ക അതും ഉപ്പിലിട്ടത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കപ്പയ്ക്ക് കറി വേണ്ടേ. അപ്പോൾ നമ്മൾ കപ്പ കൂട്ടാൻ വെച്ചതിലേക്ക് കുറേശ്ശെ മീൻ കറിയും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഓരോരോ വെജിറ്റബിൾ എന്നും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. എന്നിട്ട് നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിനായി അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും. ഓക്കെ, ബൈ.